ലൈറ്റ് സ്ലീപ്പിൽ അല്ലെന്ന് ഉറപ്പാക്കുക. അതായത് നിങ്ങളുടെ കയ്യിൽ കുഞ്ഞിരിക്കുന്ന സമയത്താണെങ്കിലും കുഞ്ഞ് കൈയും കാലും ഒക്കെ അനക്കുക, കണ്ണ് ഇമ അനക്കുക. അതുപോലെ തന്നെ ഈ സമയത്ത് കുഞ്ഞിനെ പെട്ടെന്ന് താഴെ വെച്ചാൽ കുഞ്ഞ് ഉണരുന്നതാണ്. എന്നാൽ ഡീപ്പ് സ്ലീപ്പിലായിരിക്കുന്ന സമയത്ത് കുഞ്ഞ് ശാന്തരായിരിക്കും. കുഞ്ഞിൻ്റെ കൈകളും കാലുകളും ഒക്കെ ചലനമില്ലാതെ തന്നെ ഇരിക്കും, റിലാക്സ് ആയിട്ട് തന്നെ ആയിരിക്കും ഇരിക്കുന്നത്. ഇതാണ് ഡീപ്പ് സ്ലീപ്പിലുള്ള ലക്ഷണം. കുഞ്ഞ് ഉറങ്ങുന്ന സമയത്ത് ആദ്യമേ തന്നെ ഡീപ്പ് സ്ലീപ്പിലേക്കല്ല പോകുന്നത്. കുഞ്ഞ് ഘട്ടം ഘട്ടമായിട്ടാണ് ഗാഢനിദ്രയിലേക്ക് വീഴുന്നത്. അതായത് ലൈറ്റ് സ്ലീപ്പിന് ശേഷം വരുന്ന ഡീപ്പ് സ്ലീപ്പിലാണ് കുഞ്ഞ് നന്നായി ഉറങ്ങാനായിട്ട് തുടങ്ങുന്നത്. അതുവരെ കുഞ്ഞ് ലൈറ്റ് സ്ലീപ്പിലായിരിക്കും. ഈ സമയത്ത് കുഞ്ഞിനെ താഴെ വെക്കാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് കുഞ്ഞ് ഉണരാനായിട്ടുള്ള സാധ്യത കൂടുന്നു. കാരണം കുഞ്ഞിൻ്റെ കൈകാലുകൾക്ക് ഈ സമയം ഇളക്കം തട്ടുന്നു. അതുകൊണ്ട് തന്നെ കുഞ്ഞ് പെട്ടെന്ന് ഉണരുകയും ചെയ്യുന്നു. ഇനിയും കുഞ്ഞ് ഏതൊക്കെ സാഹചര്യത്തിലാണ് ഉറക്കത്തിൽ നിന്നും ഉണരുന്നത് എന്നതിനെ പറ്റി നോക്കാം. കുഞ്ഞ് ഉണരുന്നത് ഒരു പക്ഷേ ഫീഡിങ് കൊണ്ടാവാം, രണ്ടാമത്തേത് ഡയപ്പർ ചേഞ്ചിന് വേണ്ടിയിട്ടായിരിക്കാം, മൂന്നാമത്തേത് നോയ്സ് ഒക്കെ കേട്ടിട്ട്, നാലാമത്തേത് കുഞ്ഞിന് ക്ഷീണം മാറി ഇനി ഉറങ്ങാനുള്ള സാധ്യതയില്ല, ഇതുകൊണ്ടൊക്കെ ആയിരിക്കാം. ഇതിലേതാണെങ്കിലും നിങ്ങൾ പ്രോപ്പറായിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സ് നടത്തണം. അതായത് കുഞ്ഞ് വിശന്നിട്ടാണ് ഉണരുന്നതെങ്കിൽ ഫീഡ് ചെയ്യാനും ഡയപ്പറൊക്കെ ചേഞ്ച് ചെയ്യാനും ശാന്തമായ നോയ്സ് ഇല്ലാത്ത ഒരു റൂമിലേക്ക് മാറ്റാനും ഒക്കെയായിട്ട് ശ്രമിക്കണം.